ഇത് എങ്ങനെയുണ്ട് ഗൈസ്? ഇതെങ്ങനെയുണ്ട്? നമ്മളെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വ്യൂ ഉള്ളത് എങ്ങനെ ആയിരിക്കും? വല്ല കല്യാണം അങ്ങനെ എന്തെങ്കിലും പരിപാടികളാകുമ്പോൾ ഈ പാറയിൽ വന്ന് രണ്ടെണ്ണമൊക്കെ അടിച്ച് ആ വ്യൂ നോക്കുക എന്നാ വൈബായിരിക്കില്ല ഗൈസ്? എങ്ങനെയുണ്ട്? നല്ലതാണെങ്കിൽ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇവിടെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ ഒരു ടവർ കാണുന്നുണ്ടോ? അങ്ങോട്ട് തന്നെ പറയും. ആ ടവർ ഉള്ളിടത്ത് നേരെ നമ്മുടെ ആനമുടി മലയുടെ നേരെ ഇതാണ് ഗൈസ്, ആനമുടി മല. മൂന്നാറോ? അവിടെയാണ് മൂന്നാർ. സൗത്തിലാണോ? സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ഗൈസ് അവിടെ, ആനമുടി ഗൈസ്. ടവർ സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ഇപ്പറേ ചിന്നാറും പോയിട്ടുണ്ട്. ബദേല്, സംഭവപ്പാറ, ഇവിടെയൊക്കെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അങ്ങോട്ടും തരും ഇതുകൊണ്ട് അവിടെ ഒരു ഇതുണ്ട് ടവർ. അത് കമ്പിളികണ്ടം ജോസ് അങ്ങനെ അടിമൂലൊക്കെ പോകുന്ന സ്ഥലങ്ങളാണ്. അവിടെ ടവർ കാണുന്നുണ്ടോ ആർക്കെങ്കിലും? കേരളത്തിലെ അതിമനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ടൂറിസ്റ്റ് കേന്ദ്രം നമുക്ക് പിന്നെ വീടിന്റെ മുന്നിലായതുകൊണ്ട് പൈസ മുടക്കേണ്ട ആവശ്യമില്ല. ഫുൾ ഫ്രീ, കംപ്ലീറ്റ് ഫ്രീ ആണ്. ഇവിടെ വന്നാൽ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഒരു പെഗ് ഫ്രീ. അതെ അതെ, ഗീവവേ അല്ല അച്ഛാ, ഗീവവേ ഒരു പെഗ് ഗൈസ്. അപ്പൊ ഇവിടെ വരുന്നവർക്ക് നമ്മളെ വീട്ടിൽ തന്നെ സ്റ്റേ ഉണ്ട്. അധികമൊന്നുമില്ല, ദിവസം. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഒരു പെഗ് ഫ്രീ ആണെന്നാണ് ഡാഡി പറയുന്നത്. ഫ്രീ അല്ല, ഗീവവേ. അമ്മക്ക് ഈ ഐഫോൺ ഗീവ കൊടുക്കാല്ലേ. ഒരു പെഗ് ഏതാ ബ്രാൻഡ്? അമ്പാടി കഴിക്കില്ല, അമ്പാടി വരയുടെ ആളാ.